So hello guys, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം Poco X2ൽ കുറേ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാറ്ററിയുടെ റേറ്റിംഗ് 2.7 ഓർ 2.6 ആവും കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി ഭയങ്കര മോശമാണെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഈ സെറ്റിങ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ Poco X2ൽ ഭയങ്കരമായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൊക്കോൻ്റെ ഫോണോ റെഡ്മിയുടെ ഫോണോ MIUI ഉള്ള ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭയങ്കരമായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ Poco X2നെ പറ്റിയിട്ടാണ് പറയണത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയിട്ട് റിഫ്രഷ് റേറ്റ് പോവുക. റിഫ്രഷ് റേറ്റിൽ പോയിട്ട് ഇവിടെ 120 Hz ആണെങ്കിൽ ഇവിടെ 60 Hzലേക്ക് കൊണ്ടുവരിക. 120 Hz ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടില്ല. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത ടിപ്പ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് താഴത്ത് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അക്കൗണ്ട് ആൻഡ് സിങ്കിലേക്ക് വരിക. അക്കൗണ്ട് ആൻഡ് സിങ്കിലേക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിളിൽ പ്രസ് ചെയ്യുക. ഗൂഗിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കലണ്ടർ മീൻസ് കലണ്ടർ, കോൺടാക്ട്സ്, ജിമെയിൽ, പീപ്പിൾ ഡീറ്റെയിൽസ്, ഇതിലത്തെ നിങ്ങൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യണത് അത് മാത്രം ഓണാക്കി വയ്ക്കുക. ബിക്കോസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സിങ്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റയും ചിലവാകും, നമ്മുടെ ബാറ്ററി ലൈഫും ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇവിടെ ഞാൻ കലണ്ടർ യൂസ് ചെയ്യാറില്ല, പീപ്പിൾ ഡീറ്റെയിൽസും യൂസ് ചെയ്യാറില്ല ഫോണിൽ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഓഫാക്കി വെച്ചിരിക്കുകയാണ്. കോൺടാക്ട്സ് ആൻഡ് ജിമെയിൽ ഓൾറെഡി എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഓണാക്കി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, കലണ്ടറും പീപ്പിൾ ഡീറ്റെയിൽസും സിങ്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ലൈഫ് നന്നായിട്ട് സേവ് ആവും. അടുത്ത് നമുക്ക് ബാറ്ററി ആൻഡ് പെർഫോമൻസിലേക്ക് പോകാം. ബാറ്ററി ആൻഡ് പെർഫോമൻസിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി സേവർ ഒന്ന് ഓണാക്കിയിടുക. ബാറ്ററി സേവർ ഓണാക്കി ഇടുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓഫ് ആവും. പിന്നെ നമ്മൾ ലിഫ്റ്റ് ടു വേക്ക് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ഓഫ് ആവും. മീൻസ് ലിഫ്റ്റ് ടു വേക്ക് പറയുമ്പോൾ സ്ക്രീൻ നമ്മൾ എടുക്കുമ്പോഴേക്കും സ്ക്രീൻ ഓൺ ആവുന്നത് ആ ഓപ്ഷനൊക്കെ ഡിസേബിൾ ആവും. അപ്പോൾ അതിൽ കുറച്ച് കോംപ്രമൈസ് നമുക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് മൊബൈൽ ഡാറ്റ വെൻ ഡിവൈസ് ഈസ് ലോക്ക്ഡ്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസിൻ്റെ സ്ക്രീൻ ഓഫായിരിക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അത് നമുക്ക് സമയം കൊടുത്തിട്ടുണ്ട്, 5 minutes, 10 minutes, 30 minutes. അപ്പോൾ എപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഡാറ്റ ഡിസേബിൾ ആവേണ്ട അതിൻ്റെ സമയം കൊടുക്കുക. ഇപ്പോൾ 30 minutes കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ ഓഫാക്കി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 30 minutes കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും. അപ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് നന്നായിട്ട് സേവ് ആവും. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ക്യാച്ച് വെൻ ഡിവൈസ് ഈസ് ലോക്ക്ഡ്. അപ്പോൾ നമ്മൾ ഇവിടെ 30 minutes കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് നമ്മൾ ഇവിടെ 30 minutes കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് സ്ക്രീനൊക്കെ ഓഫായിരിക്കുമ്പോൾ 30 minutes കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവുമ്പോൾ നമ്മുടെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷൻസും റൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അടുത്ത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പ് ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയ ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ കാണും. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ, പിന്നെ അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊന്നും ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ മേലെ ഈ ട്രിക്ക് അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആമസോൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറില്ല, എപ്പോഴും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ റിസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി, ആപ്പ് വിൽ ബി ക്ലോസ് ടു സേവ് പവർ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിന് റിമൂവ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യണില്ലെങ്കിൽ നമ്മുടെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അതേമാതിരി നമുക്ക് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാത്ത മീൻസ് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസ്, എപ്പോഴും എടുക്കാത്ത ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നിങ്ങൾ അത് ഈ ഓപ്ഷൻ വെച്ചിട്ട് എനേബിൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലൈറ്റ് റൂം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ റിസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ്റെ മേലെ നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ നന്നായിട്ട് ബാറ്ററി സേവ് ആവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്തത് ഫൈനൽ ട്രിക്ക്.
അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ ഡാറ്റ, വൈഫൈ, ലൊക്കേഷന്, പിന്നെ ബ്ലൂടൂത്ത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ മറക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ ബ്ലൂടൂത്ത് എനേബിൾ ആയിരിക്കും, ലൊക്കേഷൻ എനേബിൾ ആയിരിക്കും. അപ്പോൾ ലൊക്കേഷനൊക്കെ എനേബിൾ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓഫാക്കി വെക്കുക. ഓഫാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എന്തായാലും കിട്ടുന്നതാണ് നിങ്ങളുടെ MIUIയിൽ. പൊക്കോ ഫോണിലായിക്കോട്ടെ, റെഡ്മി ഫോണിലായിക്കോട്ടെ. ഈ ട്രിക്സ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.